ഗുഡ് ഈവനിങ് അമേരിക്ക. ലോകം മാറുന്നത് പല കാലത്തും പല മട്ടിലാണ്. പല കാലത്തും ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച കൂട്ടുകെട്ടും പടലപ്പിണക്കവും കണ്ട ലോകത്ത് റഷ്യ പുതുചരിത്രം കുറിക്കാനൊരുങ്ങുന്നുവെന്ന ചോദ്യമുയരുന്നു. യുക്രൈൻ യുദ്ധത്തിന് ശേഷം കാര്യമായി റഷ്യക്ക് പുറത്തിറങ്ങാതിരുന്ന പുടിൻ ഇന്ത്യയിലെത്തുമ്പോൾ മനസ്സിലിരിപ്പ് എന്താവും? പുടിൻ മോദി സൗഹൃദം പലർക്കും അത്ര രസിക്കുന്നില്ലെന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ട്രംപും യൂറോപ്പും ഒരേപോലെ ആശങ്കയിലാണ്. പുത്തൻ കൂട്ടുകെട്ട് ഉലയ്ക്കുന്നതാരെയൊക്കെ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. മാറുന്ന റഷ്യ. ഇന്നത്തെ എന്റെ അതിഥികൾ: ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ തോമസ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ആദ്യം അതിഥികളിലേക്ക്. ശ്രീ സജിമോൻ ആന്റണി, ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നു, ആഗോള തലത്തിലുണ്ടാകുന്ന മാറ്റിമറിച്ചിലുകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ ഈ ഭൗമരാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം, ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഉടൻ തന്നെ ഇപ്പോൾ യുക്രൈൻ യുദ്ധം നിന്നു നിർത്തി എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയാണ്. പക്ഷെ ആ യുദ്ധത്തിനൊരു അറുതി ഉണ്ടാകുന്നില്ല. അതേസമയം ഭൗമരാഷ്ട്രീയം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ നമ്മൾ കാണുന്നു. പുതിയൊരു ലോകക്രമത്തിലേക്കാണോ പോക്ക്? കൃഷ്ണ, തീർച്ചയായിട്ടും ഒരു പുതിയ ലോകക്രമം എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് വേൾഡ് ഫെയിൽ ടു സ്റ്റോപ്പ് പുടിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെബ്രുവരി 24, 2022 തുടങ്ങി ഇന്ന് ഏകദേശം 4 വർഷം എടുക്കാനായിട്ട് 2-2.5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് ഇവിടെ നേടിയത്, ആരാണ് ഇവിടെ നേടിയത്, എങ്ങനെയാണ് നേടിയതെന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ വളരെ സർപ്രൈസിങ് നമ്പേഴ്സിൽ നമുക്ക് കിട്ടുന്നത്. കാരണം ഏകദേശം എന്താ പറയുക, കൺഫേംഡ് ഡെത്തുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷത്തിന് മേലെ 500,000 ആൾക്കാരാണ് മരിച്ചത് സോഫാർ. അൺകൺഫേംഡ് ആണെങ്കിൽ അത് 1 മില്യൺ എബോവ് എന്ന് പറയുന്നത്. 300,000 അല്ലെ 400,000 റഷ്യയുടെ സോൾജേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം 100,000 യുക്രൈൻ്റെ ഇതും പോയിട്ടുണ്ട്. ഇത് രണ്ടും പെടാത്ത നിരപരാധിയായ ആൾക്കാർ ഏകദേശം 100,000 പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ലോകത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ നേട്ടവും കോട്ടവുമാണ് എന്ന് കാണാൻ പറ്റും. യുദ്ധത്തിന് മുമ്പ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൈമിയയുടെ അനക്സേഷൻ 2014 കഴിഞ്ഞതിന് ശേഷം റഷ്യ ഒരു പരിധി വരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്തിലാണ് പുടിന് ഒരു സ്വപ്നം, അല്ലെങ്കിൽ എന്താ പറയുക, പഴയ ഒരു സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയിക്കൊണ്ട് ലോകം മുഴുവൻ വിട്ടുപിടിച്ചില്ലെങ്കിലും പഴയ സോവിയറ്റ് യൂണിയന്റെ പാർട്ടുകളെയെങ്കിലും കൈയടക്കി ഭൂപ്രദേശം കൂടുതൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തും ആശയത്തിൽ നിന്നായിരുന്നു മേ ബി അത് ഉടലെടുത്തത്. അപ്പൊ അതിന് എൻഡ് റിസൾട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പം ഒരു സൈഡിൽ 1 മില്യൺ ആൾക്കാർ മരിച്ചു എങ്കിൽ പോലും ഈ ഭൂപ്രദേശത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 25% പുടിന് തിരിച്ച് കൈയെടുക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ പറ്റും. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീക്ഷണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അമേരിക്കയ്ക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ട്. കാരണം കൈ പൊള്ളാതെ തന്നെ ഇവിടെയുള്ള അമേരിക്കൻ പൗരന്മാരുടെ പരിക്കേൽക്കാതെ തന്നെ ഇവിടെ ആയുധ സാമഗ്രികളും മറ്റു കാര്യങ്ങളും യുക്രൈന് വിറ്റഴിക്കാൻ പറ്റുന്നു. അവിടെ നിന്നുള്ള റെയർ മിനറൽസിലുള്ള ഡീൽസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. നോബൽ പ്രൈസ് സമ്മാനം ചായക്കപ്പിനും അല്ല ചുണ്ടിനും ഇടയിൽ ട്രംപിന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മേ ബി ഇനി അടുത്ത വർഷം കിട്ടുമായിരിക്കാം. ഏതായാലും ട്രംപിന്റെ ഒരു നല്ലൊരു ഇഫേർട്സ് അവിടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നല്ലൊരു ഇഫേർട്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് നോക്കുകയാണെങ്കിൽ. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ഹർ വാപ്പസി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എപ്പോഴും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ആരോടായിരുന്നു ഏറ്റവും കൂടുതൽ ചേങ്ങാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മളൊരു പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മളൊരു ന്യൂട്രാലിറ്റി ആണ് എങ്കിൽ പോലും റഷ്യയും അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനുമായിരുന്നു ബന്ധമുണ്ടായിരുന്നത്. അത് പഴയ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ സമയത്തോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്തോ അത് കഴിഞ്ഞ വരെ ഏകദേശം 1990-കളിൽ വരെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിന്റെ ഒരു മാറ്റം ഉണ്ടായത് അല്ലെ അമേരിക്കയുമായിട്ട് കുറെ കൂടെ കൂടുതൽ ബന്ധം വേണം, വ്യാപാരപരമായിട്ട് അല്ലെ ആയുധപരമായിട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം 1990s ശേഷമാണ് എടുക്കുന്നത്. അത് 2000-ലാണ് അല്ലെ 2010, 2020-ലാണ് അത് ഒന്ന് ഊഷ്മളമായി വന്നു വരികയും അവിടെ നിന്നാണ് നമ്മുടെ മൈ ഫ്രണ്ട് ട്രംപ് എന്നുള്ള ഒരു പ്രൈം മിനിസ്റ്റർ മോദിയുടെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ക്യാപ്ഷനൊക്കെ വന്നത്. അപ്പൊ അതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ചും എവിടെ നിന്ന് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ബന്ധം അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഉണ്ടായിരുന്നു, എന്തുമാത്രം
ഊഷ്മളമായിരുന്നോ അത് വളരെയധികം നെഗറ്റീവിലേക്ക് പോവുകയുണ്ടായി. അത് കാരണം ആദ്യത്തെ സൈഡിലുണ്ടെന്ന് കൂട്ടിക്കോളൂ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അത്. പക്ഷേങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അതിന്റെ റിസൾട്ട് ഇതാണ്, അമേരിക്കയും ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ബന്ധമില്ല. പ്രത്യേകിച്ച് അത് ടാരിഫിന്റെ വിഷയമാണ് ഒന്ന്. രണ്ടാമത്തേത് ഈ പറഞ്ഞ യുക്രൈൻ റഷ്യയുടെ ഈ ഒരു യുദ്ധം തന്നെ അതിന് കാരണമാണ്. കാരണം ഒരു 6 മാസം മുമ്പ് ലോകത്തിൽ മൊത്തം ഒരു പ്രഷർ ബിൽഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ടായിരുന്നു. ലോകമാകമാനമുള്ള എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക ഉൾപ്പെടെ എല്ലാവരും ചെയ്തിരുന്നത് പുടിനോട് മാക്സിമം പ്രഷർ കൊടുക്കുക. അങ്ങനെ ഒരു മാക്സിമം പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് യുക്രൈനിൽ നിന്ന് പുടിൻ മാറിപ്പോകും, അങ്ങനെ ഇതിനൊരു സമാധാനം കണ്ടെത്താം എന്നുള്ള ഒരു നിലയിലായിരുന്നുവെങ്കിൽ എവിടെ നിന്നോ അവിടെയൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ റീജിയന്റെ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ ഇടയ്ക്ക് കയറി വരികയും അപ്പം അതിൽ ആ ഒരു ഊന്നലിൽ പോയത് കൊണ്ടാകാം അല്പം ഇത് ഡിസ്ട്രാക്ട് ആവുകയും ചെയ്തു. ഏതായാലും സമാധാനത്തിന്റെ ശ്രമം വളരെയധികം സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വീഴ്ച അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആ നയതന്ത്ര ബന്ധത്തിന്റെ അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വീഴ്ച പുടിൻ മുതലെടുക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെ ഇന്ത്യക്ക് ഇന്ത്യയുടെ റീസൺസ് ഉണ്ട്. കാരണം ഇന്ത്യക്ക് റഷ്യ എന്ന് പറയുന്നത് പഴയ ചങ്ങാതിയാണ്. അപ്പൊ പഴയ ചങ്ങാതിന്റെ ഹർവാപ്പസിയാണ് ഒന്ന്. രണ്ടാമത്തത് ഇക്കണോമിക്കൽ റീസൺസ് ഉണ്ട്, മീൻസ് ഓയിൽ റീസൺ ഉണ്ട്. ചീപ്പായിട്ടുള്ള ഓയിൽ കിട്ടുമ്പം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ഇന്ത്യ അതിനെ വാങ്ങുന്നു. അമേരിക്ക എന്ത് പറയുന്നു അല്ലെങ്കിൽ ലോകം എന്ത് പറയുന്നു എന്ന് നോക്കാതെ അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റുകളൊക്കെ ഉണ്ട്. എന്നാലും എൻഡ് ഓഫ് ദി ഡേ അതായത് ഒരു ഇക്കണോമിക്കൽ സെൻസ് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക്കൽ റീസൺസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം കൃഷ്ണയുടെ ചോദ്യത്തിന് ആൻസർ ഇതാണ്, നമ്മൾ എവിടെ നിന്ന് സംസാരിക്കുമോ എന്നത്തെ അനുസരിച്ചിട്ട് അതിന്റെ ആൻസർ ഡിഫറെന്റ് ആണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ റീസൺസ് ഉണ്ട്, അമേരിക്കയ്ക്ക് അമേരിക്കയുടെ റീസൺസ് ഉണ്ട്, റഷ്യക്ക് റഷ്യയുടെ റീസൺസ് ഉണ്ട്. എന്നാൽ ഇതിനകത്ത് ആരാണ് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഒരേ സമയത്ത് പറയാൻ പറ്റും, അത് റഷ്യ മാത്രമാണ്. കാരണം ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഒരു ഡെമോക്രസിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായ ഉക്രൈനിന്റെ മേളിലേക്ക് ഒരു ദിവസം കടന്നു കയറുകയും അതിനുശേഷം അവിടെ നിന്ന് വെട്ടിപ്പിടിക്കാൻ നോക്കുകയും ചെയ്യുന്ന ആ ഒരു പോളിസിക്ക് അത് സംഹൗ എനിക്ക് തോന്നുന്നത് മുമ്പേ തുടക്കത്തിൽ പറഞ്ഞ സെന്റൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വേൾഡ് ഫെയിൽ ടു സ്റ്റോപ്പ് പുടിൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ ഒരു പോളിസി വർക്കൗട്ട് ചെയ്യുന്നോ എന്ന് നമുക്കൊരു സംശയം തോന്നും. അപ്പോൾ പല ബന്ധങ്ങളും റീഡിഫൈൻ ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ പുടിൻ ഇന്ത്യയിൽ വരുമ്പോൾ മോദിയെ വാനോളം പുകഴ്ത്തുന്നു. പക്ഷേ ആ പുകഴ്ചയ്ക്കൊക്കെ അപ്പുറമായി പുടിൻ ഉദ്ദേശിക്കുന്നത് റഷ്യയുടെ ചില കച്ചവട താല്പര്യങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പുടിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? യുക്രൈൻ യുദ്ധം അതിങ്ങനെ ഇപ്പോൾ അവസാനിക്കും എന്ന തോന്നലുണ്ടാക്കിയ ലാസ്ക ചർച്ച, അതിനുശേഷം റഷ്യയിൽ പോയുള്ള ചർച്ച, പക്ഷെ ഇതിലൊന്നും ഒരു ഫലം കാണുന്നില്ല. ഇതിന്റെയൊക്കെ പോക്ക് എങ്ങോട്ടാണ്? 3.5 വർഷത്തിന് ശേഷവും റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അമേരിക്ക ഇൻ പർട്ടിക്കുലർ ഏർണസ്റ്റ് ശ്രമം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 28 ഇന പദ്ധതി, 28 പോയിന്റ് പ്രൊജക്ഷൻ, ഇതൊന്നും വളരെ ഗൗരവമായി റഷ്യ എടുത്തതായി കാണുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടേതായ ഇൻഹിബിഷൻസ് ഉണ്ട്. ഈ ഒരു അവസരത്തിലാണ് പ്രത്യേകിച്ച് ആ ഒരു ചർച്ച വഴിമുട്ടി നിൽക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫും റഷ്യയിലിപ്പം സന്ദർശിക്കുകയാണ്. അദ്ദേഹവും റഷ്യൻ കൗണ്ടർ പാർട്ടും തമ്മിലൊക്കെയുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം. നോക്കൂ, വ്ളാഡിമിർ പുടിൻ അത്യപൂർവമായി മാത്രമേ റഷ്യ വിട്ട് പുറത്തു പോയിട്ടുള്ളൂ. അതിൽ ഒരു നിർണായക നീക്കം അമേരിക്കയുടെ മണ്ണിലേക്ക് റഷ്യൻ പ്രസിഡന്റ് വരികയാണ്. 2 മാസം മുമ്പ് അലാസ്കയിൽ വന്ന് ഉക്രൈൻ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. അതെങ്ങും എത്തിയില്ല എന്നത് മറ്റൊരു കാര്യം. ചൈനയിൽ പുടിൻ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. 2021 ശേഷം കോവിഡാനന്തരം ഇപ്പോഴാണ് പുടിൻ വീണ്ടും എത്തുന്നത്. അപ്പൊ 23ാമത്തെ റഷ്യ ഇന്ത്യ സമ്മിറ്റ് ആണ് നടക്കുന്നത്. 2000 ആണ്ടിൽ തുടങ്ങുകയും എല്ലാ വർഷവും നടന്നിരുന്നു എങ്കിൽ ഇത് 25ാമത്തെ ഒരു സമ്മിറ്റ് ആകുമായിരുന്നു. ഇത് 23ാമത്തെ സമ്മിറ്റാണ്. കഴിഞ്ഞ 2 വർഷം പല കാരണങ്ങളാൽ സംഭവിച്ചില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചു എന്നതാണ്. ഇവിടെ ഓരോ സന്ദർശനത്തിന്റെയും പിന്നിലൊരു ലാർജർ ഒപ്റ്റിക്സ് ഉണ്ട്. ആര് ആരോടൊപ്പം എവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന ഒരു ഒപ്റ്റിക്സ്, ഒരു വിശാലമായ ഒരു വിലപേശൽ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇന്ത്യ അമേരിക്ക തർക്കം, അത് വ്യാപാര തർക്കമാണ്. അത് റഷ്യ ഈസ് ഇൻഡയറക്ട്ലി എ പാർട്ടി ടു ഇറ്റ്. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു, ആ എണ്ണ വാങ്ങി റഷ്യക്ക് ലഭിക്കുന്ന പണം ഉക്രൈൻ യുദ്ധത്തിന് ഫണ്ട് ചെയ്യാനായി റഷ്യ ഉപയോഗിക്കുന്നു എന്ന അമേരിക്കയുടെ പരിഭവമാണ്. അത് പ്രഥമ ദൃഷ്ടിയ അത് ലോജിക് ഉണ്ടെന്ന് കാണാം. കാരണം 2022 യുക്രൈൻ യുദ്ധം, 2022 ഫെബ്രുവരിയിൽ 2ാം യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം കേവലം
വളരെ അബിസ്മൽ ലെവലായിരുന്നു. $10 ബില്യൺ വർത്ത് ട്രേഡ് ആണ് ബൈലാറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നോക്കൂ, ഇന്നത്തെ ലേറ്റസ്റ്റ് ഫിഗർ അനുസരിച്ച് വാർഷിക ഒരു വ്യാപാരം, ഉഭയകക്ഷി വ്യാപാരം, റഷ്യ ഇന്ത്യ വ്യാപാരം $69 ബില്യൺ എത്തി നിൽക്കുന്നു. അതായത് കേവലം $5 ബില്യൺ ഇന്ത്യൻ കയറ്റുമതി മാത്രമാണ് റഷ്യയിലേക്കുള്ളത്. പക്ഷേ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി $64 ബില്യൺ ആണ്. അതിന്റെ സിംഹഭാഗവും ഓയിൽ ഇമ്പോർട്ട്സ് ആണ്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ആണ് ഏറ്റവും ലാഭകരമായി കൺസെഷണൽ റേറ്റിൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയും അത് ശുദ്ധീകരിച്ച് ലോക വിപണികളിൽ എത്തിക്കുകയും ചെയ്യുക എന്ന ഇന്ത്യയുടെ നയം. അത് ഇന്ത്യയുടെ ലാർജർ ഫോറിൻ പോളിസി ഒബ്ജക്റ്റീവായ സ്ട്രാറ്റജിക് ഓട്ടോണമിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പുടിൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഓയിൽ, ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഓയിൽ, എക്സ്പോർട്ട് ചെയ്യുന്ന ഓയിൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ എത്താതിരിക്കില്ല, സുഗമമായ ഓയിൽ ട്രേഡ് നടക്കുമെന്ന അഷുറൻസ് ആണ്. അത് മാത്രമല്ല, ഇന്ത്യയും പറയുന്നില്ല റഷ്യയിൽ നിന്ന് ഓയിൽ കച്ചവടം വെട്ടിക്കുറയ്ക്കും എന്ന് പറയാൻ ഇന്ത്യയും തയ്യാറായിട്ടില്ല. ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അങ്ങോട്ട് വിഷയം എടുത്തിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യക്ക് ഒരു പക്ഷമുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ. ആ പക്ഷം റഷ്യയുടെ ഉക്രൈന്റെ പക്ഷമല്ല, മറിച്ച് സമാധാനത്തിന്റെ പക്ഷമാണ്. അപ്പം സമാധാനം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ റഷ്യൻ അധിനിവേശത്തെ, റഷ്യൻ ആക്രമണത്തെ ഇന്ത്യ ഔപചാരികമായി അപലപിച്ചിട്ടില്ല എന്നതുകൂടി ചേർത്ത് വേണം വായിക്കാൻ. അതുകൊണ്ട് ഇതൊരു വലിയ ഒരു ഒപ്റ്റിക്സ് ആണ്. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ, വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക എല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എണ്ണ വാങ്ങൽ ചെറിയ രീതിയിൽ കുറച്ചു. 38% കഴിഞ്ഞ വർഷത്തേക്കാൾ 2024 വാങ്ങിയതിനേക്കാൾ 38% ലെസ് ഓയിലാണ് റഷ്യയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങുന്നത്. പക്ഷെ മൊത്തം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 30% റഷ്യയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യ റഷ്യ ബന്ധം അമേരിക്കയുടെ കണ്ണുരട്ടലും അന്ത്യശാസ്ത്രവും എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന സൂചന തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അത് മാത്രമല്ല, ഒരു ഡിഫൻസ് കോഓപ്പറേഷൻ കൂടി ഇന്ത്യയുടെ പദ്ധതിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററെ കൊണ്ടാണ് വന്നിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ. അതിനർത്ഥം ഒരുപക്ഷെ സുഖോയ് MKI-30, അതിനുശേഷം സുഖോയ് MKI-57 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ വാങ്ങാനുള്ള വിശാലമായ പദ്ധതി രേഖയാണ് തയ്യാറായിട്ടുള്ളത്. അത് മാത്രമല്ല, S-400 പകരം ഇനി ഇപ്പോൾ ഒരുപക്ഷെ S-500 ഏരിയൽ ഡിഫൻസ് സംവിധാനം, അതും ഒരുപക്ഷെ ഇന്ത്യയുടെ കൈവശം റഷ്യയിൽ നിന്ന് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബഹുമുഖ രീതിയിലുള്ള വ്യാപാരം, വാണിജ്യം, ഡിഫൻസ് കോർപ്പറേഷൻ എന്ന് വേണ്ട വിവിധങ്ങളായ കോർപ്പറേഷൻ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ. ഓക്കെ, ശ്രീ മിഥുൻ തോമസ്, നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ വളരെ ജെനുവിനായിട്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏതെങ്കിലും വഴികൾ കാണുന്നുണ്ടോ? പല ശ്രമങ്ങളും നടക്കുന്നുണ്ടല്ലോ. ഒരു വഴികളുമില്ല ക്രിസ്റ്റീന. ഞാനൊരു മാരത്തൺ ഓടാൻ പോവാന്ന് വിചാരിക്കാം, 100 കിലോമീറ്റർ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു പക്ഷേ 10 അല്ലെങ്കിൽ 20, 50 കിലോമീറ്റർ ഓടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. പുടിന് മനസ്സിൽ ഒരു രൂപരേഖയുണ്ട്, എത്രമാത്രം പ്രദേശങ്ങൾ തിരികെ പിടിക്കണം ഉക്രൈനിൽ നിന്ന്. ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കിലോമീറ്റർ കിട്ടാതെ പുടിൻ തിരിച്ചു പോരുകയില്ല. പുടിന് 2 ഭീഷണികൾ, 2 വെല്ലുവിളികളുള്ളൂ. ഒന്നെന്ന് പറയുന്നത്, എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യ, ടർക്കി, ചൈന. ഇതെങ്ങാനും അമേരിക്ക എങ്ങാനും സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസം യുദ്ധം അവസാനിക്കും. അതാണ് പുടിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. എന്ത് കാരണവശം, അതുകൊണ്ടാണ് ഈ വരവെന്ന് പോലും. രണ്ടാമത്തെ പുടിന്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് $300 ബില്യൺ യൂറോപ്യൻ ബാങ്കുകൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരുടെ? റഷ്യയുടെ. അതെങ്ങാനും ഉക്രൈന്റെ കയ്യിൽ ചെന്നുപെട്ടാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. അതാണ് ഈ 2 കാര്യങ്ങൾ മാത്രമാണ് പുടിനെ പുറകോട്ടടിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിറ്റ്സ്കോഫിനെയും 28 പരിപാടികൾക്കായിട്ട് ആളുകൾ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഡിലേ നടത്തുക. എന്ത്? സാങ്ഷൻ ഓഫ് ഓയിൽ. നാളെയും മറ്റന്നാളും അതിന് പറ്റുന്നാളും ഓയിൽ വിൽക്കുക, പണം വാങ്ങുക, ജസ്റ്റ് കീപ്. റഷ്യ ഇക്കോണമി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ദേ സെല്ലിംഗ് ഗോൾഡ്. അവർ ഗോൾഡ് റിസർവ് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നും പറയുന്നു 6 മാസം കൊണ്ട് യുദ്ധം അവസാനിക്കും, ഓയിൽ വിറ്റ് കഴിഞ്ഞാൽ, ഓയിലിനെ അവസാനിപ്പിച്ചാൽ. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു പറയും. ഇനിയിപ്പോൾ ഈ 28 പരിപാടി അംഗീകരിച്ചുകൊണ്ട് പുടിൻ പറയുകയാണ്, ഓക്കെ ലെറ്റ്സ് ഹാൻഡ് ഷേക്ക് കൊടുത്തു. പുടിൻ തിരികെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള പുടിൻ ഏകാധിപതിയ ഡിക്റ്റേറ്റർ ആണെങ്കിൽ പോലും പുടിന് മുകളിലുമുണ്ട് ആളുകൾ. ആരൊക്കെയാ ഉള്ളത്? റഷ്യൻ മിലിറ്ററി. സജിമോൻ സാറ് പറഞ്ഞു, ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകളാണ് മരിച്ചിരിക്കുന്നത്. റഷ്യൻ മിലിറ്ററിയുടെ പോലും എണ്ണങ്ങൾ അറിയ പോലും ഇല്ല.
തിരികെ ചെല്ലുമ്പോൾ റഷ്യൻ മിലിറ്ററി ചോദിക്കും ഒലിഗാർക്ക്, അതായത് എന്ന് പറയുന്ന റഷ്യൻ ബിസിനസ്സുകാരുടെ ബിസിനസ്സുകൾ തകർന്നു പോയിരിക്കുകയാണ്. കാരണം അമേരിക്കൻ സാങ്ഷൻ കാരണം അവിടെ കിട്ടുന്നില്ല അവർക്കൊന്നും ടെക്നോളജി. അവരിതൊരു ചോദ്യം ചോദിക്കും, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്ത് സമ്പാദിച്ചു? ഈ 60 കിലോമീറ്ററിന് വേണ്ടിയാണോ ഈ പറയുന്ന കോടികൾ മുടക്കിയിരിക്കുന്നത്? എന്ത് ചോദ്യം ഉണ്ടാവും? എന്തുകൊണ്ടാണ് പുടിൻ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പുടിൻ അറിയാം, യുദ്ധം അവസാനിപ്പിച്ച ഒന്നെങ്കിൽ ജയില് അല്ലെങ്കിൽ മരണമായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക യുദ്ധത്തെ. അതാണ് പുടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. കാരണം ഇന്ന് അവസാനിച്ചു, കാരണം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്തോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന 28 പരിപാടിയിലും അതുകൊണ്ടാണ് കൈയും വീശി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാരണവശാലും യുദ്ധം നിൽക്കാൻ പോകുന്നില്ല, യുദ്ധം കണ്ടിന്യൂ തന്നെ ചെയ്യും. ഇനിയിപ്പോ അമേരിക്ക ഒരു എഫേർട്ട് എടുക്കുന്നു. കാരണം എന്തായിരുന്നു, സാങ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു ലെറ്റ്സ് സി, നമുക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, നമുക്ക് സംസാരിച്ച് നോക്കാം. ഈ $300 ബില്യൺ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു ലെറ്റ്സ് ഗിവ് ടു യുക്രൈന് കൊടുക്കും. അപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നതാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം, കോൺവെർസേഷൻസ് പോവുകയാണ്, ഈ അവസരത്തിൽ പുടിനെ പ്രകോപിപ്പിക്കരുത്. പക്ഷെ ഇനി അവസരം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ട് ഒരുപാട് പേർക്ക് ചോദ്യങ്ങളുണ്ട്. അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ ദേശങ്ങൾ വിചാരിച്ചാൽ യുദ്ധം ഇന്ന് വേണമെങ്കിൽ തീർക്കാം അല്ലെങ്കിൽ എസ്കലേറ്റ് ചെയ്യാം. കാരണം വളരെ സിമ്പിൾ ആണ്. റഷ്യ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പവർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആർസണലുള്ള കൺട്രിയാണ്. 98% അവർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ദർ ഇസ് എ ചാൻസ് 2% ഉപയോഗിക്കാം. കഴിഞ്ഞ മാസം നമ്മൾ ഒരു ചർച്ച നടത്തിയാണ് പുടിന് വെല്ലുവിളിക്കെതിരെ. കാരണം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഏതറ്റം വരെ പോകാൻ റെഡിയാണ് പുടിൻ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എന്താ പറയുക F-16 ടോമഹോക്ക് ഒന്നും കൊടുക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ്? എസ്കലേഷനിലേക്ക് പോകണ്ട എന്ന് ഉത്തരം കൊണ്ടാണ്. ഇനി ചോദ്യം എന്ന് പറയുന്നത്, ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ പുടിൻ ഒരു മനസ്സിലൊരു എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് അല്ല, ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം കിട്ടാതെ ഒരു കാരണവശാലും തിരികെ പോലെ. ഇത് ഞാൻ പറയാം, ഇനി അമേരിക്ക നാളെ ഉക്രൈനിൽ നിന്ന് സ്വമേധ പിന്തിരിഞ്ഞു പോരുകയാണെങ്കിൽ പോലും എന്താ ഉണ്ടാകാൻ പോകുന്നത്? എല്ലാവിധ പ്രദേശങ്ങളും അവർ കൈയടക്കും റഷ്യ. ഇനി ഞാൻ പറഞ്ഞുതരാം, ഇതിലുണ്ടായിരുന്ന പങ്ക് എന്ന് പറയുന്നത് അമേരിക്ക നല്ല പങ്കുണ്ട് ഈ പറഞ്ഞ യുദ്ധത്തിലേക്ക് ഉക്രൈനെ കൊണ്ടുപോകുന്നില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസ് എന്താ പറഞ്ഞിരുന്നേ? എന്തുകൊണ്ട് ഉക്രൈൻ നേറ്റോയിൽ ചേർന്നുകൂടാ? ഇത്തരത്തിലുള്ള പ്രൊവോക്കേഷൻ സ്റ്റേറ്റ്മെന്റ്സ് അമേരിക്കൻ നേതാക്കന്മാരുന്ന് ഉണ്ടായത് കൊണ്ടാണ് പുടിൻ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, പുടിൻ ഈ പറയുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷെ ഈ അവസരത്തിൽ യുദ്ധത്തിന് ഒരു സൊല്യൂഷൻ ഞാൻ കാണുന്നില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ഒരു ഭരണ കൈമാറ്റം എവിടെ സംഭവിച്ചാൽ റഷ്യയിൽ ഒരാൾ ഒന്നുകിൽ പുടിൻ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പുടിനെ മാറ്റി വേറെ നേതാവ് വരികയോ അല്ലെങ്കിൽ ഒരു സക്സസർ വന്ന ശേഷം ഒരു അസുഖം വരുമോ, ആ ഒരു പോയിന്റിലല്ലാതെ ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോവുകയില്ല ക്രിസ്റ്റീന. ശരിക്കും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പുടിൻ എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു താല്പര്യം ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഏറ്റവും റഷ്യക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള 28 പോയിന്റ് പ്രോഗ്രാമാണ്, ആ ഫോർമുലയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചേർക്കണം എന്നത് മാത്രമായിരുന്നു ആഗ്രഹം. അപ്പൊ എങ്ങനെയും ഈ ഒരു കാര്യം ഏതെങ്കിലും കാരണവശാൽ ഉക്രൈനെ കൊണ്ടും യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായി സ്വാഭാവികമായി ലഭിക്കാവുന്ന ഒരു സമ്മാനം തന്നെയാണ് ട്രംപിന്റെ മോഹസമ്മാനമായ സമാധാനത്തിന്റെ നോബൽ സമ്മാനം. അതുപോലും ഇപ്പോൾ അംഗീകരിക്കാൻ പുടിൻ തന്നെ ആഗ്രഹിച്ച ഒരു ഫോർമുല അമേരിക്ക മുന്നോട്ട് വെച്ചത്, അതേക്കുറിച്ചൊന്ന് പ്രതികരിക്കാനോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനോ പുടിൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ന്യായമായ സംശയങ്ങൾ ഉയരും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുടിൻ ഒരുപക്ഷെ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ്, അതൊരിക്കലും അവസാനിക്കാത്ത രീതിയിൽ പരമാവധി കാലം, ഇപ്പൊ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി തനിക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്രായേലിന്റെ തന്നെ നിയമവാഴ്ച അല്ലെങ്കിൽ നിയമ സംവിധാനം അദ്ദേഹത്തിന് പുറകെ, പ്രധാനമന്ത്രിക്ക് പുറകെ എത്തുന്നതിന് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക എന്ന ഏതാണ്ട് അതേ തന്ത്രം തന്നെയാണ് പുടിൻ. ഇപ്പോൾ റഷ്യ ഏതാണ്ട് 20% ഉക്രൈനിയൻ ടെറിട്ടറി ഡി ഫാക്ടോ കൈവശപ്പെടുത്തി കഴിഞ്ഞു. ലുഹാൻസ് പ്രവിശ്യ, ഡോണസ്ക് പ്രവിശ്യ, അങ്ങനെ ഡോൺബാസ് പ്രവിശ്യയുടെ സിംഹഭാഗവും ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്. അതുപോലെ തന്നെ തെക്കുള്ള സപ്രോഷ്യ പ്രവിശ്യയും ഖേഴ്സൺ പ്രവിശ്യയും അവിടെ എല്ലാം തന്നെ ഉള്ളതിന്റെ ഒരു 70-80% റഷ്യ കൈവശപ്പെടുത്തി. ഈ ഡീൽ അനുസരിച്ച് ഈ പ്രവിശ്യകളുടെയൊക്കെ സിംഹഭാഗവും റഷ്യക്ക് ഔപചാരികമായി ലഭിക്കുന്നു. മുൻപ് കൈവശപ്പെടുത്തിയ ക്രൈമിയയുടെ ഔപചാരികമായ നിയന്ത്രണം ഉൾപ്പെടെ അത് ലോകരാജ്യങ്ങളെ കൊണ്ട്, യൂറോപ്യൻ യൂണിയനെ കൊണ്ട്, അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് പുടിൻ, അഡ്വാൻറ്റേജ് റഷ്യ. അതുപോലും ഇപ്പോൾ മന്ദഗതിയിൽ പോകുന്നു എങ്കിൽ അത് ഉക്രൈന്റെ ഒരു റിജക്ഷനോ
ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ഉണ്ടാകില്ല എന്ന ഒരു കടുംപിടുത്തമോ മാത്രമല്ല, റഷ്യക്ക് ആത്മാർത്ഥമായ ഒരു ആഗ്രഹമില്ല. ഒരു ചേഞ്ച്ഡ് വേൾഡ് ഓർഡർ തന്നെയാണ്. ജിയോ പൊളിറ്റിക്കൽ ഒരു ഡൈനമിക്സ് മാറണം, ഡോളർ അധിഷ്ഠിത വ്യാപാരക്രമം മാറണം. പുടിൻ കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പറഞ്ഞത് അതാണ്. ഡോളർ അധിഷ്ഠിത വ്യാപാരക്രമത്തിന് ബദലായി ഇന്ത്യൻ റുപ്പി, റഷ്യൻ റുബിൾ, ആ ടേംസിലാണ് നമ്മളിപ്പോൾ കച്ചവടം നടത്തുന്നത്. അത് പരമാവധി രാജ്യങ്ങൾ ഒരു വിതരണാത്മകമായ ലോകക്രമം ഉണ്ടാകുന്നതിനെ ഇപ്പോൾ റഷ്യ പഞ്ചപുച്ഛമടക്കി പിന്മാറുകയോ അല്ലെങ്കിൽ സമാധാനത്തിന് ശ്രമിക്കുകയോ ചെയ്താൽ എ ചേഞ്ച് ഇൻ വേൾഡ് ഓർഡർ മേ നോട്ട് ഹാപ്പൻ. അതുകൊണ്ട് ലോകക്രമം റഷ്യക്ക് അനുകൂലമായി എന്ന രീതിയിലല്ല, ഇപ്പോഴത്തെ രീതിയിൽ ലോകത്തെല്ലായിടത്തും ഒരു പോലീസ്മാനായി അമേരിക്കയ്ക്ക് നിൽക്കാനുള്ള കഴിവും ശക്തിയും ഉണ്ട് എന്ന് പുടിൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സൈനിക ശക്തിയുടെ കാര്യം മാത്രമല്ല, ഇതൊരു ധാർമ്മിക ശക്തിയുടെ വിഷയം കൂടിയാണ്. ആ രീതിയിൽ അമേരിക്കയെ അൺലീഷ് ചെയ്യുന്നതിനോടും അമേരിക്ക ബ്രോക്കേർഡ് പീസിന് ആ രീതിയിൽ തന്നെ തലവെച്ച് കൊടുക്കുന്നതിനോടും ഒരുപക്ഷെ അനുരൂപമായി ആദ്യം പ്രതികരിച്ചു എങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു വെക്കുന്നത് പുടിൻ ഹാസ് അതർ പ്ലാൻ. സത്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ നമ്മൾ വളരെ ആലങ്കാരികമായിട്ട് പറയും അവരുടെ GDP ഒരുപക്ഷെ ഈ കമ്പൈൻഡ് അമേരിക്കൻ ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് GDPയേക്കാൾ കൂടുതലായിരിക്കും. റഷ്യ, ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും പിന്നീട് പുതിയതായി ചേർന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇതെല്ലാം തന്നെ ഒരു ബദൽ ലോകക്രമത്തിന്റെ സാധ്യതകളാണ്. വീണ്ടും ഒരു ശീതയുദ്ധം എന്ന നിലയിലല്ല പറയുന്നത്, മറിച്ച് ഡോളർ മേധാവിത്വത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി അതത് രാജ്യങ്ങൾക്ക് സാധാരണ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന, വ്യാപാരത്തിൽ ഉൾപ്പെടെ കൂടുതൽ ഗ്ലോബൽ പങ്കാളിത്തം ലഭിക്കുന്ന, അമേരിക്കയുടെ വിരട്ടലുകളും തീട്ടൂരങ്ങളും അനുസരിക്കേണ്ടതില്ലാത്ത ഒരു ലോകക്രമത്തിലേക്ക് നീങ്ങുന്നു. അതിനെ പുടിൻ ഇപ്പോൾ ശക്തമായി നിൽക്കേണ്ടതുണ്ട് എന്നതിനെ ഒരുപക്ഷെ രഹസ്യമായി ചൈനയെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടാകും. ഒരർത്ഥത്തിൽ ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഭാരതം അതിന്റെ ഓപ്ഷൻസ് വളരെയധികം ഓപ്പൺ ആയിട്ടിരിക്കുന്നു. ക്രിസ്റ്റീന, വി കീപ് അവർ ഓപ്ഷൻസ് ഓപ്പൺ. അതുകൊണ്ടാണ് ഒരേ സമയം തന്നെ അമേരിക്കയുമായി വ്യാപാര ചർച്ച നടത്തുകയും അതേസമയം അമേരിക്ക വലിയ ആശങ്കയോടെ കാണുന്ന റഷ്യയുടെ നേതാവിനെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുകയും ഒരു ബ്രിട്ടീഷ് നിർമ്മിത കാറിൽ പോലും റേഞ്ച് റോവർ കാറിൽ പോകാൻ വിസമ്മതിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റിനെ കണ്ടു. അതിന് പകരം ഒരു ജാപ്പനീസ് നിർമ്മിത ടയോട്ട കാറിലാണ് അവർ സഞ്ചരിച്ചത് എന്നും കൂടി ഓർക്കണം. ഇതൊക്കെ ചെറിയ സൂചനകളായിരിക്കും, പക്ഷേ ചില കാര്യങ്ങളിൽ ലോകത്തോടായി ഇന്ത്യയും റഷ്യയും ചേർന്ന് ചിലത് പറയുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് യുദ്ധം ഈ രൂപത്തിൽ അവസാനിക്കില്ല, അല്ലെങ്കിൽ അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് റഷ്യക്ക് അനുകൂലമാണെങ്കിൽ പോലും ആ രൂപത്തിൽ അനുവദിക്കില്ല. അവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ കൂടി ഗൗരവമായി ഇനി പരിഗണിക്കേണ്ടതുണ്ട്. ഇന്ത്യ മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ഒരു സമാധാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇന്നത്തെ ദിവസം ഇന്ത്യ മുന്നോട്ട് വെച്ചു എന്നത് കൂടി വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ലോകം ആ രീതിയിൽ കൂടി, കാരണം ചൈനയും ഇന്ത്യയും ഒക്കെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള വിശാലമായ പ്രക്രിയ, അല്ലാതെ ട്രാൻസ് അറ്റ്ലാന്റിക് മോഡൽ അവിടെ പോരാ എന്ന് റഷ്യ ലോകത്തോടായി പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ആ രൂപത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ, യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്ന പോലെ, ഒരുപക്ഷെ യുക്രൈൻ എപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ഉക്രൈൻ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ക്രിസ്റ്റീന. ഓക്കെ, താങ്ക് യു ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ സജിമോഹൻ ആന്റണി, നമുക്ക് വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ചില മെസ്സേജസ് ഉണ്ട്, ചില സൂചനകളുണ്ട്. അപ്പോൾ ഈ മൈന്യൂട്ടായിട്ട് കിട്ടുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന, വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നേറ്റോയ്ക്ക് ബദലായി ഒരു ബ്രിക്സ് ഉയർന്നു വരുന്നു എന്നൊരു ചോദ്യവും ഉണ്ട്. അപ്പം ഈ നാറ്റോയ്ക്ക് ബദലായി ബ്രിക്സ് വരുന്നുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. നാറ്റോ തന്നെ ഒന്നും കൂടെ സ്ട്രോങ് ആയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുടിന് യുക്രൈനിൽ വന്ന സമയത്ത് ആദ്യത്തെ പ്രതീക്ഷ മേ ബി നാറ്റോയെ ശിഥിലമാക്കാൻ പറ്റുമെന്നായിരുന്നു. എന്നാൽ അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അമേരിക്കയുടെ സ്ഥലത്ത് നിന്നുള്ള പ്രഷറുണ്ട്. എന്നാൽ പോലും എൻഡ് ഓഫ് ദ ഡേ നാറ്റോ ഒന്നും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്തതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റം, ഡിഫൻസ് സിസ്റ്റം മൊത്തം ഒന്ന് ഊഷ്മളമായി വന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പരിധിവരെ പറഞ്ഞു തീർത്ത് കണ്ടെയ്ൻ ചെയ്ത് ഈ റഷ്യക്കെതിരെ ഒരുമിച്ച് നിൽക്കണം എന്നൊരു മെസ്സേജിലാണ് ഒരുമിച്ച് പോകുന്നത് എന്നാണ് നമുക്ക്
കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇതിനകത്ത് ഒരു ഓപ്പർച്യൂണിസ്റ്റ് റോൾ എടുക്കുമെന്നല്ലാതെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ ഉള്ളിലും അമേരിക്കയെ വെറുക്കാനോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് ടൈ അപ്പ് ഫോർ എവർ വേണ്ടെന്ന് വെക്കാനോ അങ്ങനെയുള്ള ഇച്ഛാശക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പ്രായോഗികമായിരിക്കത്തില്ല. കാരണം നമ്മൾ റഷ്യയും അമേരിക്കയും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എപ്പോഴും ആ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് രണ്ട് രാജ്യങ്ങൾക്കും നല്ലത്. എന്നാൽ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ടിട്ട് ഇന്ത്യയും റഷ്യയുമായിട്ട് ചേരുകയാണെങ്കിലും ആദ്യം പറഞ്ഞ അത്രമാത്രം ഒരു ബെനിഫിറ്റ് ഇന്ത്യക്കോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു കൊടുക്കുക തന്നെ 67 അല്ല 69 ബില്യന്റെ ഒക്കെ ഇക്കോണമി ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് അതിലുമൊക്കെ എത്രയോ അധികമാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഇന്ത്യയും വാല്യൂ അധിഷ്ഠിത ഡെമോക്രസി വിശ്വസിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ആ ഒരു ബന്ധത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഫോർ ദ ടൈം ബീയിങ് ഇന്ത്യക്ക് വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള എണ്ണ കിട്ടും, അത് ഇന്ത്യക്ക് വാങ്ങാം, ഉപയോഗിക്കാം. ഈ ഒരു 6 മാസം മുമ്പത്തേക്ക് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ ശക്തമായിട്ട് വേൾഡ് ഒരുമിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ, പുടിനെ അഗെയിൻസ്റ്റ് ഒരുമിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഈവൻ അമേരിക്ക പോലും ഇച്ചിരിയുടെ ലോങ് റേഞ്ച് മിസൈലുകളും കാര്യങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യുകയും ഒരു റിസ്ക് ഉണ്ട്, അതൊരു കടന്ന കൈയായി പോകുക എന്ന റിസ്ക് ഉണ്ട്. എന്നാൽ പോലും ആ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട് അമേരിക്ക അങ്ങനെ ചെയ്യുകയും ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും അതോട് സഹകരിക്കുകയും ചെയ്യുമായിരുന്നു എങ്കിൽ ഒരു പരിധി വരെ ഇതിനൊരു സമാധാനം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പൊ ആ ഒരു സ്റ്റേജ് നമ്മൾ കഴിഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ ആ പോയിന്റുകളോട് ഞാൻ യോജിക്കുകയാണ്. വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിപ്പോൾ റഷ്യയുടെ കാര്യമാണെങ്കിലും ഇറാന്റെ കാര്യമാണെങ്കിലും ചൈനയുടെ കാര്യമാണെങ്കിലും എവിടെയൊക്കെ ഓട്ടോക്രസി ഉണ്ടോ അല്ലെ ഓട്ടോക്രാറ്റ് ഉണ്ടോ അതൊക്കെ ലോഞ്ചിവിറ്റിയാണ്. അവരാരും 5 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോൾ ഇലക്ഷനെ പ്രതികരിക്കുന്നില്ല. അവരാരും ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല ചെയ്യാറുള്ളത്. അവരാരും ജനങ്ങളോട് ആൻസർ പറയേണ്ട കാര്യമില്ല. ഓട്ടോക്രസിയാണ്, റൈറ്റ്? അപ്പൊ അവര് എങ്ങനെയെങ്കിലും ഇതിനെ വലിച്ചു കൊണ്ടുപോയിട്ട് സിറിയയിലൊക്കെ അസാദൊക്കെ ഏകദേശം 50 വർഷത്തോളം ഭരിച്ചു പോണക്ക് തന്നെ. ഇപ്പൊ പുട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് 20 വർഷത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അവരൊക്കെ 20 വർഷം 30 വർഷം 40 വർഷം 50 വർഷം അല്ലെ മരിക്കുന്നിടം വരെ അവരുടെ ഭരണാധികാരിയായി ഇരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലായിരിക്കും അവർ പോകുന്നത്. അപ്പൊ അത് കണ്ട് അവരുടെ കയ്യിൽ പ്ലേ ചെയ്യുക അല്ല മറ്റു രാജ്യങ്ങളിൽ ചെയ്യേണ്ടത്, അല്ലെ മറ്റ് ലോകരാഷ്ട്രങ്ങളിലെ ലീഡേഴ്സ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്ക് യു. എന്തായാലും സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്തായാലും ഈ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ടെന്നൊരു പരസ്യത്തിൽ പറയുന്നത് പോലെ ഇപ്പോൾ ലോകത്ത് ആശങ്കപ്പെടാൻ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കാരണമുണ്ട്. ആ ആശങ്കയുടെ പുറത്ത് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് സമാധാനമാണ്. ആ സമാധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് നീങ്ങാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ചർച്ച ഇവിടെ പൂർത്തിയാക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സജിമോൻ ആന്റണി, ഡോക്ടർ മോഹൻ വർഗീസ് ആൻഡ് ശ്രീ മിഥുൻ തോമസ്. എന്തായാലും പുതിയൊരു ലോകക്രമം വരുന്നുണ്ടോ? ചൈനയും റഷ്യയും നോർത്ത് അമേരിക്കയും ഉത്തര കൊറിയയും ഒക്കെ കൂടുന്ന ഒരു ലോകക്രമം പുതുതായി കെട്ടിപ്പടുക്കപ്പെടുന്നുവെന്ന ഒരു ചിന്ത കൂടി വരുന്നുണ്ട്. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ചയെങ്കിലും സമാധാനത്തിൻ്റെ പുലരിയിലേക്ക് നീങ്ങുമെന്ന ചില സൂചനകൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.